നമസ്കാരം. 2030 BBC-യുടെ എല്ലാ ചാനലുകളും സംപ്രേഷണം നിർത്തുമെന്നും ഓൺലൈനിലേക്ക് മാത്രമായി മാറുമെന്നും BBC മേധാവി ടീം ഡേവി. ഇന്റർനെറ്റിലേക്ക് മാത്രമായി പ്രവർത്തനം മാറ്റുമെന്നും പരമ്പരാഗത പ്രക്ഷേപണ സംവിധാനങ്ങൾ ഒഴിവാക്കുമെന്നും BBC ബോസ് ടീം ഡേവിയുടെ സ്ഥിരീകരണം. 2024 ജനുവരി 8 മുതൽ BBC സാറ്റലൈറ്റുകളിലെ സ്റ്റാർഡേറ്റ് ഡെഫിനിഷൻ ഉപഗ്രഹ പ്രക്ഷോഭണങ്ങൾക്ക് പകരം ഹൈ ഡെഫിനിഷൻ പതിപ്പുകളിലേക്ക് മാറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനവും. ലണ്ടനിലാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം. ബ്രിട്ടീഷ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്ററായ BBC 1922 സ്ഥാപിതമായത്. പിന്നീട് 1927 പുതുവത്സര ദിനത്തിലാണ് നിലവിലെ പേരിൽ BBC പ്രവർത്തനം ആരംഭിക്കുന്നതും. പ്രശസ്തി കൊണ്ടും ജീവനക്കാരുടെ എണ്ണം കൊണ്ടും മാധ്യമരംഗത്തെ അതികായരാണ് BBC. ആകെ 21,000-ലധികം ജീവനക്കാർ BBC-യിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് കണക്ക്. 1922 രൂപീകൃതമായത് മുതൽ ബ്രിട്ടീഷുകാരുടെ ജീവിതത്തിലും സംസ്കാരത്തിലും BBC-യുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതുമാണ്. 1923 BBC ആദ്യത്തെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിംഗ് മാസികയായ റേഡിയോ ടൈംസ് ആരംഭിച്ചു. 1988 പുറത്തിറക്കിയ ക്രിസ്മസ് പതിപ്പിന്റെ 11 ദശലക്ഷം കോപ്പികളാണ് അന്ന് വിറ്റുപോയതും. ഇത് ബ്രിട്ടീഷ് മാസികകളുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പതിപ്പായി കണക്കാക്കപ്പെടുന്നുമുണ്ട്.